ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനിയും UN സെക്രട്ടറി ജനറലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ആവശ്യകത സംബന്ധിച്ച് ഇരുവരും സംസാരിച്ചു. 80ാമത് UN പൊതുസഭയ്ക്ക് എത്തിയപ്പോഴാണ് ഖത്തർ അമീർ UN സെക്രട്ടറി ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയത്. പലസ്തീനിലെ നിലവിലെ സ്ഥിതിവിശേഷങ്ങളും കൂടിക്കാഴ്ചയിൽ വിഷയമായി. ശാശ്വതമായ വെടിനിർത്തൽ കൊണ്ടുവന്ന് മാനുഷിക സഹായം ഗാസയിലെ ആളുകൾക്ക് എത്തിക്കണം. ഖത്തറും UNഉം തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നത് സംബന്ധിച്ചും ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽദാനിയും കൂടിക്കാഴ്ചയിൽ പങ്കാളിയായി. വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുകയോ അവഗണിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന സ്കൂളിനും ജീവനക്കാർക്കുമെതിരെ നടപടി ഘടിപ്പിച്ച UAE. ബാലാവകാശ നിയമപ്രകാരം കുറ്റക്കാർക്ക് 1 വർഷം വരെ തടവും 10 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും. കൃത്യത്തിൽ പങ്കുള്ള അധ്യാപകരും മറ്റ് ജീവനക്കാരും നടപടി നേരിടേണ്ടി വരും. കുറ്റം ആവർത്തിക്കുന്ന സ്കൂളുകൾ സസ്പെൻഡ് ചെയ്യുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യും. സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് നിയമം ബാധകമാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിന് ബാലാവകാശ നിയമത്തിൽ കടുത്ത വ്യവസ്ഥകളുണ്ട്. നിയമലംഘനം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഔദ്യോഗിക ഹോട്ട്ലൈൻ നമ്പറുകളും ഏർപ്പെടുത്തി. ഔപചാരിക മുന്നറിയിപ്പ് അവഗണിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കും. തടവിന് പുറമെ 10,000 മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കും. അക്വാബൈക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 30 മുതൽ ഖത്തറിൽ നടക്കും. 21-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. 3 ദിവസത്തെ ആവേശകരമായ പരിപാടികളുമായിരിക്കും ചാമ്പ്യൻഷിപ്പ് ഫിനാലെ നടക്കുക. ഖത്തറിലെ കായിക പ്രേമികൾക്ക് ആവേശമായാണ് അക്വാബൈക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വീണ്ടും ദോഹ ഒരുങ്ങുന്നത്. ഒക്ടോബർ 30 മുതൽ നവംബർ 1 വരെ ഓൾഡ് ദോഹ തുറമുഖത്താണ് ചാമ്പ്യൻഷിപ്പ്. ദോഹ മറൈൻ സ്പോർട്സ് ക്ലബ്ബുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നത്. UAM ABP വേൾഡ് ചാമ്പ്യൻഷിപ്പ്, കോണ്ടിനെന്റൽ ഏഷ്യ ചാമ്പ്യൻഷിപ്പ്, വേൾഡ് സ്ലാലോം പാരലൽ ചാമ്പ്യൻഷിപ്പ്, കോണ്ടിനെന്റൽ ഏഷ്യ റൺ അബൌട്ട് ഗ്രാൻഡ് പിക്സ് 2 ചാമ്പ്യൻഷിപ്പ് എന്നിങ്ങനെ നിരവധി പ്രാഥമിക ഘട്ടങ്ങളും ഉണ്ടാകും. ഓൾഡ് ദോഹ തുറമുഖം സീസൺ ഫിനാലെയുടെ വേദിയാകും. 3 ദിവസത്തെ ആവേശകരമായ പരിപാടികളുമായിരിക്കും ചാമ്പ്യൻഷിപ്പ് ഫിനാലെ നടക്കുക. ആഗോള സമുദ്ര ടൂറിസത്തിലെ മുൻനിര ലക്ഷ്യസ്ഥാനമായി ഓൾഡ് ദോഹ തുറമുഖത്തെയും ഖത്തറിനെയും മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതെന്ന് ഓൾഡ് ദോഹ തുറമുഖം CEO എഞ്ചിനീയർ മുഹമ്മദ് അബ്ദുള്ള അൽ മുല്ല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. NTV UAE to the world.